ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ പുതുപുത്തമിഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ 30 days 30 ഫൈനാൻസ് കണ്ടൻസിൻ്റെ 4ാമത്തെ വീഡിയോ ആണിത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരു റൂളാണ് പറയാൻ പോകുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു സാലറി കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് മാസം ഒരു വരുമാനം, അതിപ്പോൾ സാലറി ആയാലും ഫ്രീലാൻസ് വർക്ക് ആയാലും എന്തായാലും നമുക്ക് മാസം ഒരു വരുമാനം കിട്ടും. അത് എങ്ങനെയൊക്കെ ചിലവാക്കണം, എങ്ങനെയാണ് ചിലവാക്കേണ്ടതെന്ന് ഒരു റൂള് നമുക്ക് ഫൈനാൻസിലുണ്ട്. അപ്പോൾ ആ റൂളിൻ്റെ പേര് എന്ന് പറയുന്നത് 50-30-20 റൂൾ എന്നാണ്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോകുന്നത്. അപ്പോൾ ആ റൂൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് കുറച്ചും കൂടി അടിപൊളിയായിരിക്കും, നിങ്ങളുടെ ഫൈനാൻസ് അടിപൊളിയായിരിക്കും, നിങ്ങളുടെ മാസം ശമ്പളം കിട്ടുമ്പോഴേക്കും പോയി എന്ന് എല്ലാവരും പറയുന്നത് കേൾക്കാറുണ്ട്. അതായത് ശമ്പളം കയ്യിൽ കിട്ടി കുറച്ച് കഴിഞ്ഞപ്പോൾ ശമ്പളമൊന്നും കാണാനില്ല, അപ്പോഴേക്കും ചിലവുകൾ കുറേ വന്നൊക്കെ ചിലവായിപ്പോയി, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിന്ന് പറയാൻ പോകുന്നത് 50-30-20 റൂളാണ്. അപ്പോൾ നമ്മൾ എപ്പോഴത്തെയും പോലെ ഫുൾ ഡീറ്റെയിലായിട്ട് റിപ്പോർട്ട് അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞത് നമ്മുടെ 50-30 റൂള്, 50-30-20 റൂൾ എന്താണെന്നാണ്. അതിൽ 50-30-20 റൂൾ എന്ന് പറയുന്നത് നമുക്ക് മാസം ഒരു വരുമാനം, അതായത് ഇപ്പോൾ നമ്മുടെ ശമ്പളം എന്തായാലും നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ എത്ര പെർസെൻറ്റേജ് എന്തിനൊക്കെ വേണ്ടി ചിലവാക്കുന്നതെന്ന് പറയുന്ന ഒരു റൂളാണ് ഈ ഒരു 50-30-20 റൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓരോ നമ്പേഴ്സ് എന്തിനൊക്കെ സംഭവം എന്ന് ഞാൻ പറഞ്ഞുതരാം. അതായത് 50-30-20 റൂളിലെ ഫസ്റ്റത്തെ 50 എന്ന് പറയുന്നത് 50% ആണ്. ഇത് 50-30-20 എന്ന് പറയുന്ന ഓരോ പെർസെൻറ്റേജുകളാണ്. അപ്പോൾ നമ്മൾ 50% എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ ഒരു ശമ്പളം കിട്ടിയിട്ട് അതിൻ്റെ 50% നമ്മൾ നമ്മുടെ നീഡ്സിന് വേണ്ടി ചിലവാക്കണം. അതായത് നീഡ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം ജസ്റ്റ് ഇതൊന്ന് പറഞ്ഞുതരാം. 50% നീഡ്സിന്, 30% വാണ്ട്സിന്, 20% സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കണം എന്നാണ് ഈ ഒരു റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പോൾ ഈ ഒരു റൂൾ അനുസരിച്ച് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ലൈഫ് അടിപൊളിയായിരിക്കും, ഫൈനാൻസ് നിങ്ങളുടെ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇത് ഫോളോ ചെയ്യാൻ എല്ലാവർക്കും പറ്റുമെന്ന് എനിക്കറിയില്ല. ഫോളോ ചെയ്യാൻ പറ്റുന്നവരൊക്കെ എന്തായാലും ഫോളോ ചെയ്യണം. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ 50% നീഡ്സിന് ചിലവാക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. ഒരാൾക്ക് ഇപ്പോൾ ഒരു മന്ത്ലി ഇൻകം 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാം. 1 ലക്ഷം ഉള്ളവർ ഉണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഇൻകം എത്രയാണെന്ന് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഇവിടെ എക്സാമ്പിൾ എടുത്തേക്കുന്നത് 1 ലക്ഷമാണ്. അപ്പോൾ 1 ലക്ഷം വരുമാനമുള്ള ആൾക്ക് 50% നമ്മൾ പറഞ്ഞത് നീഡ്സിന് വേണ്ടി ചിലവാക്കാമെന്നാണ്. അതായത് 1 ലക്ഷത്തിന് 50% 50,000 രൂപ നമുക്ക് നീഡ്സിന് വേണ്ടി ചിലവാക്കാം. നീഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ആവശ്യങ്ങൾ, നമുക്ക് എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നമ്മുടെ വീട്ടിലെ കറണ്ട് ബില്ല് അടയ്ക്കലായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ലോൺ തിരിച്ചടച്ചലായിരിക്കാം, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ റെൻറ്റ് കൊടുക്കലായിരിക്കാം, ഫുഡ് കഴിക്കലായിരിക്കാം. അങ്ങനെ നമുക്ക് എന്തായാലും ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതാണ് നീഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ സാലറിയിൽ അല്ലെങ്കിൽ വരുമാനത്തിന് 50% ചിലവാക്കാനാണ് ഈ ഒരു റൂളിൽ പറയുന്നത്. അതായത് നമ്മുടെ ഈ ഒരു കേസ് അനുസരിച്ച് 1 ലക്ഷം ആകുമ്പോൾ 50,000 രൂപ നമുക്ക് അതിന് വേണ്ടി ചിലവാക്കാൻ പറ്റും. പിന്നെ എന്ന് പറയുന്നത് 30% വാണ്ട്സിനാണ്. 30% വാണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആഗ്രഹങ്ങളുണ്ടാവില്ല, കുറേ ആഗ്രഹങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ. അതായത് നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കുക, സിനിമയ്ക്ക് പോവുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഔട്ടിങ്ങിന് പോവുക, അതൊക്കെ നമ്മുടെ വാണ്ട്സാണ്. അതായത് നമ്മുടെ ആഗ്രഹങ്ങൾ, നമുക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള വാണ്ടുകളാണ്, അത് വാണ്ട്സുകളാണ്. അപ്പോൾ അതാണ് നമുക്ക് അതിന് വേണ്ടി 30% ചിലവാക്കാനാണ് ഈ റൂൾ അനുസരിച്ച് പറയുന്നത്. അതായത് ഏകദേശം നമ്മുടെ ഈ ഒരു കേസാണെങ്കിൽ 1 ലക്ഷത്തിലൊരു 30% ആകുമ്പോൾ 30,000 രൂപ അതിന് വേണ്ടി ചിലവാക്കാനാണ് ഈ ഒരു ഇതിൽ പറയുന്നത്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കുറവൊക്കെ നമുക്ക് നിങ്ങളുടെ സാലറി എത്താൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് അതിന് 30% നിങ്ങൾ നിങ്ങളുടെ എല്ലാ മാസവും നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ചിലവാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ വന്നില്ല, അതേപോലെ സിനിമയ്ക്ക് പോലെ പുറത്ത് പോയി ഫുഡ് കഴിക്കൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പുറത്ത് ചുറ്റി കറങ്ങൽ, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങൾക്ക് വേണ്ടി ചിലവാക്കുന്നതാണ് ആ ഒരു 30% പറയുന്നത്. പിന്നെ ലാസ്റ്റുള്ള 20% ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ്. അപ്പോൾ അതെന്തായാലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട ഒരു സംഭവമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് സേവിങ്സ് എന്ന് പറയുന്നത്. അതിപ്പോൾ ഇതനുസരിച്ച് 20% നിങ്ങൾ സേവ് ചെയ്യണമെന്നാണ്. അതായത് ഇപ്പോൾ 1 ലക്ഷം കിട്ടുകയാണെങ്കിൽ 20% 20,000 അല്ലേ. അപ്പോൾ 20,000 രൂപ നിങ്ങൾ സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ആയിട്ട് ചെയ്യണമെന്നാണ് ഈ റൂൾ അനുസരിച്ച് പറയുന്നത്. അപ്പോൾ അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചെയ്യാൻ പറ്റുന്നവർ ചെയ്ത നല്ല കാര്യം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്ര ഇപ്പോൾ ചെറിയ രൂപ, ഒരു 200 രൂപയോ 100 രൂപയോ 50 രൂപ എത്രയാണെന്ന് വെച്ചാൽ സേവിങ്സ് ചെയ്യാൻ പറ്റുന്നത് അത് എന്തായാലും ചെയ്യുക, എല്ലാ മാസവും ചെയ്യുക. അപ്പോൾ അത് മ്യൂച്വൽ ഫണ്ടിലോ ഏതെങ്കിലും ഫണ്ടിൽ അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റോക്സിൽ എന്തെങ്കിലും സെറ്റ് ചെയ്ത് വയ്ക്കുക. ഞാൻ സെറ്റ് ചെയ്ത് വയ്ക്കുന്നത് പറയുന്നത്, അതായത് ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പോകുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വയ്ക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നാറുണ്ട്. കാരണം നമ്മൾ മാനുവലായിട്ട് എല്ലാ മാസം 50 രൂപയോ 100 രൂപയോ 150 200 രൂപയോ സ്റ്റോക്കിൽ എടുത്തിടുന്നത് നമ്മളങ്ങനെ അധികം ചെയ്യില്ല. കാരണം നമ്മുടെ കയ്യിൽ അപ്പോഴേക്കും പൈസ ചിലവായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ പൈസ ഉണ്ടാവില്ല. അപ്പോൾ അത് നമുക്ക് പിന്നെ മടിയായിരിക്കും. 150 രൂപ അല്ലെങ്കിൽ എത്ര നമ്മൾ സെറ്റ് ചെയ്ത എമൗണ്ട് എല്ലാ മാസം എടുത്തിടാന്ന് വെച്ചാൽ അത് കുറച്ച് മടിയുള്ള പരിപാടിയായിരിക്കും. അപ്പോൾ അതിന് പകരം നമുക്ക് നമ്മുടെ അക്കൗണ്ടുകളൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. അതായത് SIP എന്ന് പറഞ്ഞ സംഭവം, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാൻ സെറ്റ് ചെയ്ത് വെച്ചാൽ, അതായത് ഇപ്പോൾ ഒരു ലിമിറ്റ് വയ്ക്കുക. അപ്പോൾ 200 രൂപയാണ് വയ്ക്കുക. അപ്പോൾ 200 രൂപ സെറ്റ് ചെയ്ത് വെച്ചാൽ എല്ലാ മാസം
നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് 200 രൂപ പോയിക്കോളും. ചിലപ്പോൾ നമ്മളെ പോലെ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. ആ 200 രൂപ ഇങ്ങനെ പോകും, എല്ലാ മാസം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അക്കൗണ്ടിൽ 200 രൂപ ഉണ്ടാവണം എല്ലാ മാസം. അപ്പോൾ അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, നമ്മൾ പോലും അറിയില്ല. അപ്പോൾ അതിങ്ങനെ പോയി അത്യാവശ്യം നമ്മുടെ മ്യൂച്വൽ ഫണ്ടിലാണ് എവിടെ ഇട്ടതെന്ന് വെച്ചാൽ അവിടെ പോയി ഇരുന്നോളും. അതിനനുസരിച്ചുള്ള റിട്ടേൺസ് നമുക്ക് കിട്ടും. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ എല്ലാവരും ഇൻവെസ്റ്റ്മെൻറ്റും സേവിങ്സും നമ്മൾക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും അത്ര ഉണ്ടായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ ഒരു സീരീസിനെ കുറിച്ച് എന്താണ് അഭിപ്രായം, അതുപോലെ തന്നെ ഈ ഒരു വീഡിയോനെ കുറിച്ച് എന്താണ് അഭിപ്രായം എന്നൊക്കെ നിങ്ങൾ താഴത്ത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക. അടിപൊളിയാണ്. ഇതുമായി അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.